ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഞാൻ ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. നമ്മൾ ഇന്നിത് എല്ലാം മുഖത്തുനിന്ന് അയച്ചെടുക്കാൻ പോവാണ്. അമ്മമ്മേൻ്റെ കുട്ടാണ് കേട്ടോ. അങ്ങനത്തെ എപ്പോഴും ഞാൻ അമ്മേൻ്റെ കുപ്പായും എൻ്റെ അമ്മേൻ്റെ കുപ്പായം ഞാൻ കൂടുതൽ ഇടാറ്. ഇതെന്താ അറിയോ, ലിപ്സ്റ്റിക്കും അല്ല ബ്ലഷും അല്ല, ബീട്രൂട്ട്. അടുത്ത് കുറച്ച് ചുണ്ടോട് വെച്ചിട്ടുണ്ട്. നല്ലോണം തേച്ചതിൻ്റെ അവസ്ഥ നോക്കാല. ബോർ നമ്മളിത് ഊരാനാണോ എണ്ണ ഇടാനാണോ? ഇത് കഴിക്കാൻ പറ്റുണ്ടോ? ദൂരമല്ലേ വേണ്ടേ? വാ പോവാ. എങ്ങോട്ട് വെച്ചാൽ വാഷ്റൂമിലേക്ക്. ബ്ലീഡിങ് ശരിക്കില്ല, ബ്ലീഡിങ് പോലെയല്ലേ? അവിടെ ഫുള്ള് വലിച്ചു വാരിട്ടില്ല, അതൊന്നും മൈൻഡ്. ഒരു ഇതിൽ ഇഞ്ചി ചേർച്ചിരുന്നു. കാണാണ്ട് വാഷ്റൂം നടന്നുകൊണ്ട് പോകുന്നതാണ്. വേണ്ടല്ലേ, ഫസ്റ്റ് അവിടെ ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറേ കാലെന്ന് വെച്ചാൽ കുറച്ച് ഒരു വീക്കായി, ഒരാഴ്ച. ഞാനിപ്പോൾ അച്ഛക്കില്ല. നമ്മൾ ബാക്കി എടുത്തിരിക്കുന്നു. ബാക്കി ഇതൊക്കെ കഴിക്കാൻ ഒരു സ്ക്രബിലാണ്. പപ്പായൻ്റെ സ്ക്രബ്. നിങ്ങൾക്കത് അറിയുമോയെന്നറിയില്ല. അതാണ് പപ്പായ സ്ക്രബ്. നല്ല വെളുക്കുന്നുണ്ട്. ഞാൻ അന്നൊരു ദിവസം ഒരു പരീക്ഷണം നടത്തി. എടുത്ത് ഇപ്പുറത്തെ കൈക്ക് അടിച്ച്, ഇപ്പുറത്തെ കൈക്ക് അടിച്ചില്ല. നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തെ കൈക്ക് അതേ ഒളിപ്പിച്ചു. മുഖത്തൊക്കെ നല്ല ഇതാണ് കേട്ടോ പപ്പായ സ്ക്രബ്. ഇത് എവിടെ കിട്ടുന്ന എനിക്കൊരു ബോധ്യമില്ല. എനിക്ക് ഒന്നുമില്ല. മുഖത്ത് വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ്. ഇത് എന്ത് പണ്ടാര മുടിയാണിത്? വാട്ട് ഈസ് ദിസ് ഹെയർ? കുറച്ച് വലിയ മുടിയാണ്. രണ്ടെന്ന കാര്യം ഞാൻ നല്ല മുടിയാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഫേസ് മാസ്ക് എന്ന് വിചാരിക്കരുത്, സ്ക്രബാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. കണ്ണിലായില്ല. ഇതിങ്ങനെ ഇതെന്തിങ്ങനെ നിങ്ങൾ റിയൽ ലൈഫ് കാണുമ്പോൾ എന്തോ പോലെ ഉണ്ട് കേട്ടോ ഗൈസ്. സുന്ദരിയല്ലേ ഗൈസ്? കുഞ്ഞു ചെറുതല്ലേ? പിങ്ക് കളറായി, അല്ല ഡാർക്ക് പിങ്ക് കളറായി. ഇത് ലൈറ്റ് പിങ്ക് ഉണ്ടായ കേട്ടോ. കാണില്ല. ഇത് ഒരു ഫിൽറ്റർ ഉണ്ട്, ഫിൽറ്റർ പോലെ. ഐഫോൺ ആണായിരുന്നു. അമ്മ ഐഫോൺ ഉണ്ട്, അച്ഛനും ഐഫോൺ ഉണ്ട്, മാമൻ ഐഫോൺ ഉണ്ട്, എനിക്ക് ഐപാഡ് ഉണ്ട്. കത്തുന്നപോലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കാണണ്ടേ വിചാരിക്കാം.
വിചാരിക്കുന്നുണ്ടോ എനിക്ക് സങ്കടമുണ്ട് ആരും ലൈക്ക് ചെയ്യാത്തതിന്? എനിക്ക് പണ്ടൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ സങ്കടം കൊണ്ട് കരയുമായിരുന്നു. ഇത് എൻ്റെ ചേട്ടൻ കണ്ടാലും പിന്നെ എന്നെ അത്യാവശ്യം കൊണ്ട് കളിയാക്കി എന്നെ കൊല്ലും. അതുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് കരയുമായിരുന്നു. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ 7ാമത്തെ വയസ്സിലായിരുന്നു. ഇപ്പം എനിക്ക് 2 കൊല്ലം ഇതുവരെയായിട്ടും ഇത് 2 കൊല്ലമായവർക്ക് 200 സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൊടുക്കും. ഞാൻ 200 പറയുന്നത് ഒരു 100 അല്ലെങ്കിൽ ഒരു 50ൻ്റെ മുകളിൽ ലൈവ് വീഡിയോസ് ഉണ്ടായിരുന്നു. 50ൻ്റെ മുകളിൽ ഇത്ര പോലെ. പക്ഷെ എന്താക്കാൻ 50 പോയിട്ട് 7 മാത്രമേ കിട്ടുന്നുള്ളൂ. ഇങ്ങനെ കാര്യമായിരുന്നു. ഇപ്പം എനിക്ക് കുറച്ച് വ്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ പറയില്ല, കുറച്ച് മെച്ചൂരിറ്റിയാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ അർത്ഥമൊന്നും വേണം. കുറേ പറയുന്നത് കേട്ടു ഞാൻ കുടിച്ചു. ഇത് എനിക്ക് കുറേ വ്യൂസൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്കിപ്പോൾ അത്ര സമ്മതമില്ല. എന്നാലും സമ്മതമൊന്നുമില്ല. എനിക്ക് ഇതുവരെയായിട്ടും 20ന് മുകളിൽ ഇല്ല. 19 എനിക്ക് കിട്ടിയിട്ടുണ്ട്. 19 21 ഇതിന് മുകളിലൊന്നും കിട്ടിയില്ല. എങ്കിലും ആഗ്രഹം 20ൻ്റെ മുകളിൽ